ഞങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഇതുള്ളൂ, ഇത്ര ആയിട്ടുള്ളൂ. കിട്ടിയിട്ടുണ്ടല്ലേ? ആയിക്കോട്ടെ, ആയിക്കിട്ടോ. എവിടെ എവിടെ അതാ കണ്ട നിർക്കോലി പോയി. ഇതാ ഇത്രയും ഞാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ചൊറ്റയ്ക്ക് പോകുന്നില്ലടാ. ഇല്ലല്ലേ ഒരു ശ്രീയാൻപേട്ടയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജൂൺ 5 ആയിരുന്നു, പരിസ്ഥിതി ദിനമായിരുന്നു ഇന്നലെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ വീടിൻ്റെ പരിസരം വൃത്തിയൊക്കെ പോവുകയാണ്. എൻ്റെ കൂടെ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പരിസ്ഥിതി ദിനമായിട്ട് മരമൊക്കെ വെച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പല്ലേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഗ്ലൗസ് സുരായിട്ട് എല്ലാവർക്കും തരും. അപ്പോൾ ആ 2 കയ്യിലുള്ള ഗ്ലൗസ് തരും. അതുപോലെ തന്നെ അതെ. അപ്പൊ എല്ലാവരും ഇല്ലേ കുപ്പിച്ചില്ല് എടുക്കരുത്, കൈ മുറിയും. അപ്പൊ അങ്ങനെ സാധനങ്ങളൊന്നും എടുക്കണ്ട, പ്ലാസ്റ്റിക് കവർ മാത്രം എടുത്താൽ മതി. കിട്ടിയിട്ടുണ്ടല്ലേ? ആയിക്കോട്ടെ, ആയിക്കിട്ടോ. അമ്മ അടുത്തപ്പോ നോക്കിട്ടോ. പറക്കാൻ പറ്റും.
പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. ചപ്പും ചവറ നമ്മൾ സുരമാമ വന്ന് വരുന്നുണ്ട്. സുരമാമ ഒരു ഹായ് പറഞ്ഞു, ഒരു ഹായ് പറഞ്ഞു, ഒരു ഹായ് പറഞ്ഞു. ഇവിടേക്ക് അറിയാം. കൊലിച്ചു എന്നതാണ് മഴയത്ത് കൊലിച്ചു എന്നാണ് ചാക്കൂടൊക്കെ കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പൊ മോളിലേക്കാ പോണ്. മതിട്ടാ. എവിടെ എവിടെ കണ്ടാ പറഞ്ഞ പറിച്ചു പേടി വെള്ളം
എടുക്കുകയാണ്. ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യും. അവിടെ റെസ്റ്റ് എടുക്കും. പുല്ലെന്തിനാ 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 ഈ വശീനോർത്തോട്ടാ. കുറെ പ്ലാസ്റ്റിക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട് guys. ഇതോ. Then guys, മോട്ടിജം മുട്ടൊന്ന് കിട്ടിയിട്ട് നല്ലപോലെ. വായു വായു വേഗം ഓടി ഓടി വായു ഓടി ഓടി വാ പക്കടു ഓടി ഓടി വാ ആര് കഴിഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞേ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഇതുള്ളൂ ഇത്ര ആയിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ നല്ല ചൂടുണ്ട്. പിന്നെ കുളത്തിൽ കുറേ വേസ്റ്റ് ഉണ്ട്. ഈ അപ്പൊ കുളത്തിൽ കുറേ പ്ലാസ്റ്റിക് വരുന്നുണ്ട്. നിങ്ങള് ചെരുപ്പ് അപ്പൊ ഇവിടെയുള്ള ആളുകളോടൊക്കെ പറയാം ചെരുപ്പ് ഇടാതെ ചുറ്റും താമസിക്കുന്നതിന് മാക്സിമം കുളത്തിലേക്ക് ഇമാതിരി വേസ്റ്റ് ഒന്നും ഇടാതിരിക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ പരിസരങ്ങള് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. എന്നിട്ട് ഇതില് വേസ്റ്റ് കൂടുമ്പോ അത്രയും കൊതുക് മുട്ടയിടുന്ന കൂടും. മഴക്കാലാണ് വരുന്നത്. അപ്പൊ പലതരത്തിലുള്ള പകരുന്ന രോഗങ്ങൾ കൂടും. അപ്പോ അങ്ങനെ ചെയ്യാതിരിക്കുക. അത് നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. നമുക്കും നമ്മളുടെ കുട്ടികൾക്കും തന്നെയാണ് ബുദ്ധിമുട്ട് കേട്ടാ. ഇതാ ഇത്രയും ഞാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ചൊറ്റയ്ക്ക് പോണില്ലടാ. ഇല്ലല്ലേ ഒരു ഇതായോ കൊറേ വർക്കാണ് guys. അവന് കൊറേ പ്ലാസ്റ്റിക് ഇതില്ലേ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഹരിതസേന കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകള് പ്ലാസ്റ്റിക് എടുക്കാൻ വരും. അപ്പൊ അവർക്ക് ഈ വേസ്റ്റ് കൊടുക്കുക, അല്ലാതെ കുളത്തേക്ക് ഇടാതിരിക്കുക. ഈ കുളത്തിന് ചുറ്റും ജീവിക്കുന്ന എല്ലാവരോടും കൂടിയിട്ടാണ് എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷയാണ്. റിക്വസ്റ്റ് ആയിട്ട് എടുത്താൽ മതി അല്ലേ? 2 ലിക്ക് തരാം. കൊറേ പതയോടി തെറ്റി. അത് മതിയടാ, അത് മതി കഴിക്കോ. ബബിള് മാത്രം തീർന്ന തീർന്ന് അങ്ങനെ നമ്മളുടെ വൃത്തിയാക്കല് കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരോടും എന്താ പറയാനുള്ളത്? അതന്നെ, മാലിന്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിയരുത് അല്ലേ? ഈ ഒരു വീഡിയോ മുട്ടിച്ച് വീഡിയോ അല്ല ഇവിടുന്ന് നിങ്ങളെ കൊണ്ട് പറക്കിപ്പിച്ച് എന്തിനാച്ചണ്ട. ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മളിങ്ങനെ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയാൻ പാടില്ല. ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഇപ്പോൾ കുളത്തേക്ക് വലിച്ചെറിയുമ്പോൾ ആ കുളത്തിലുള്ള വെള്ളം മലിനാവും. അതുവഴി എന്ത് ചെയ്യും?
കൊതുക് മുട്ടയിടും. അപ്പോൾ പല തരത്തിലുള്ള ഡെങ്കിപ്പനി പോലെയുള്ള പകരുന്ന രോഗങ്ങൾ നമുക്ക് വരും അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീടിനല്ല, കുളത്തിന് പരിസരത്ത് താമസിക്കുന്ന എല്ലാവരും മാക്സിമം അതിലേക്ക് ഉള്ള പൊട്ട സാധനങ്ങളും വീട്ടിലത്തെ വേസ്റ്റൊന്നും ആ കുളത്തിൽ കൊണ്ടുപോയി കളയാതിരിക്കുക അല്ലേ? നമ്മളുടെ മാലിന്യം എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, നമ്മളുടെ ഉത്തരവാദിത്വമാണ്, നമ്മളുടെ ഉത്തരവാദിത്വമാണ് അല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. റിഫ്രഷ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബാ ചായ വെക്കാം. എടുത്തോ എല്ലാരും എടുത്തോട്ടാ. ഇനി എടുക്കടാ. വാ സൈന വാ. അതെടുത്തോ. കുട്ടേട്ട ഭയങ്കര മടിയല്ലേ? എന്താടാ? എല്ലാരും എടുത്തോട്ടാ. അതെടുത്തോ. കുട്ടേട്ട ഭയങ്കര മടിയല്ലേ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഒരു വശത്ത് പാണ്ഡവ സൈന്യവും യുദ്ധത്തിനായി തയ്യാറായി നിൽക്കുന്നു. കാരണം ഞാൻ പറഞ്ഞു, പാണ്ഡവർക്ക് അർഹതപ്പെട്ടത് കൗരവന്മാർ കൊടുക്കാതെ വന്നപ്പോൾ അവസാനം അത് യുദ്ധത്തിലേക്ക്. എപ്പോഴും അങ്ങനെയാണ്. നീതി നിഷേധിക്കുന്നിടത്താണ്, സത്യസന്ധത ഇല്ലാതാവുന്നിടത്താണ്, മനുഷ്യൻ സ്വാർത്ഥനിഷ്ഠനാകുന്നിടത്താണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. വിട്ടുവീഴ്ചയ്ക്കും സഹകരണത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനോട് വിശാല മനസ്കത ഉള്ളിടത്ത് ഒരിക്കലും യുദ്ധം ഉണ്ടാകില്ല. യുദ്ധമുണ്ടാകുന്ന സങ്കുചിത ലോകത്തിലാണ്. യുദ്ധമുണ്ടാകുന്ന